സാധാരണ ഈച്ചകൾ നന്നായിട്ട് പെരുകി മുകളിലത്തെ സൂപ്പറിലോട്ട് വന്നു കഴിഞ്ഞ് നന്നായിട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ സൂപ്പർ വെച്ചത്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇവർ കയറി വന്നു. ഇത് പണിയാനുള്ള ഈച്ചകൾ കുറവാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ ഭംഗിയായിട്ട് കയറി വരും. ഇതൊക്കെ ഏറ്റവും മോശമായിട്ട് കിടന്നൊരു കൂടാതെ നോക്കണേ. 1-2 അടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മറ്റേ കുട്ടികൾ ഷെയർ ചെയ്ത് പൊക്കി കയറിയിട്ട് വന്നൊരു കൂടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കൂടുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത വർഷം നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള കൂടെ ഒന്ന് അങ്ങോട്ടും വലുതാക്കി 8-10 ആകുമ്പോഴത്തേനും മോശമായിട്ടുള്ള കോളനി വളർന്നതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എടുത്തു കഴിഞ്ഞ് മോശമായിട്ടുള്ള കൊടുക്കുക. അപ്പം അങ്ങനെ ഒന്ന് കഴിയുമ്പോഴത്തേനും ഇത് എല്ലാം ഒരു ഇപ്പോഴോട്ട് വരും. ഇതിനൊക്കെ വിരിഞ്ഞ് വരുമ്പോഴത്തേനുണ്ടല്ലോ ഇത് നല്ല സ്ട്രോങ്. ഇവിടെ എല്ലാം ഇത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാം നമ്മുടെ എല്ലാം ആരുടെ ആയാലും ഇത് വിരിഞ്ഞിറങ്ങി വന്നു. അടുത്ത മുട്ടയിട്ടു. ഇനി അതും വിരിഞ്ഞിറങ്ങി വരണത്. ഇങ്ങനെ ചിലൊക്കെ കറുത്ത ഉണ്ടല്ലോ. ഇതൊക്കെ ഉടനെ വിരിഞ്ഞ് വരണത്. ഇതൊക്കെ ഉടനെ വിരിഞ്ഞു. ബിജു പറഞ്ഞ ഭാഗം വീണ്ടും ഇത് സൈഡിലേക്ക് ഈ ചടന്നു കഴിയുമ്പോൾ ഇവർക്ക് കണ്ടോളില്ല. ഇവർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം മാറി. നമ്മൾ തിയറിയല്ല പഠിച്ച തിയറിയല്ല മാറിപ്പോവുക. നാണീച്ചകളൊന്നുമില്ല. നമുക്ക് സ്വാമിനുള്ള ഒരുപാട് താമസമുണ്ട്. ഇല്ല ഇനിയിപ്പം സ്വാമി നടക്കില്ല. കാരണം ഇതിനൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം റാണിസലുണ്ടാവും നോക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം അതിനുള്ള സമയം ആയിട്ടില്ല. ഇനിയിപ്പോൾ ഈ കോളനിക്ക് റാണിസൽ വിരിഞ്ഞ് വരണമെങ്കിൽ 22 ദിവസം എടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സീസൺ ഉണ്ടാകും മൂർധന്യമാവും. ആ സമയത്തൊന്നും പിന്നെ നമുക്ക് നോക്കുകയോ വേണ്ട. ഇനി നമുക്ക് ഒരു പണി ഒഴിവായി. ഈ റാണിസൽ നോക്കാവുന്ന പണി ഒഴിവായി. പക്ഷെ എന്നാലും നമ്മൾ നോക്കിക്കണം. നമ്മൾ ഉറം പോയി കഴിഞ്ഞാൽ റാണിക്ക് വലിയ അപകടം പറ്റുന്ന അത്രേ ഉള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല സ്ട്രോങ് ആയത്. നിങ്ങളത് ചെയ്യണ്ട. എപ്പോഴും റാണി നോക്കണമെന്നുണ്ടോ? റാണിയെ കണ്ടുപിടിക്കണമെന്നുണ്ടോ? ഇനി റാണി ഇങ്ങനത്തെ ഇല്ലെങ്കിൽ അടിപ്പല ഇല്ലെങ്കിൽ നമ്മൾ ഈ പലയത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അല്ല റാണി കാണണ്ട മുട്ട ഉണ്ടോന്ന് നോക്കിയാൽ മതി. റാണി സെല്ലുണ്ടോന്ന് അറിയാമോ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മുട്ട ഇടുന്നുണ്ടോ റാണി ഉണ്ടെന്ന് തന്നെ ഊഹിച്ചിട്ടുണ്ടാവും. ചെറിയ നൂൽമുട്ട ഉണ്ടെങ്കിൽ റാണി ഉണ്ടെന്ന് പോകും. റാണിയുണ്ട്. പെട്ടെന്ന് അത് പുതിയ ആൾക്കാർക്കൊന്ന് മനസ്സിലാക്കണം നിർബന്ധം. ഒരെണ്ണം കെട്ടി വെക്കാനായിട്ട് ഒരാളിനെ ഏതെങ്കിലും പറ്റിയെന്ന് എടുക്കാം. നമുക്ക് മറ്റേ എടുക്കാം. വലിയ ഇടയിൽ ഈ നമ്മൾ തേനെടുക്കുന്ന സമയത്ത് റാണിസിലുണ്ടോന്ന് അറിയണമെങ്കിൽ എല്ലാത്തിനകത്തും നടക്കുകയില്ല. അടിപ്പലക ഇല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റാണിസിൽ അടിയിലിടുള്ളൂ. ഒന്ന് ഊതി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ കൂട്ടിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. പിന്നെ രണ്ടറ്റത്തും കാണുമോ? റാണി ഇല്ലാതെ അപകടം പറ്റി വരുവാണെങ്കിൽ എല്ലായിടത്തും അടിയിലുണ്ടാവും അല്ലേ? എല്ലാ സ്റ്റാൻഡേർഡും ഉണ്ടോ? പലരും പല രീതിയിലാണ് കാണുന്നത്. പക്ഷെ പൊതുവെ ഞാൻ കണ്ടതേ ഇപ്പം ആ റാണി എങ്ങനെ നഷ്ടപ്പെട്ടു പോയ അല്ല പുതുക്കുമ്പോൾ മാത്രം എല്ലായിടത്തും കൊണ്ട് വെക്കും അല്ലേ? അല്ല ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് നേരെ സെന്ററിലാണ്. ഒരു മിക്കവാറും മൂലയ്ക്കും ഒക്കെ ആയിരിക്കും. താഴ്ഭാഗങ്ങളിലൊക്കെ എമർജൻസിയിലാണെങ്കിൽ കണ്ടവാനം അവിടെ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ 4-5 വട്ടി റാണിസെല്ല് കണ്ടേ. കണ്ടതെല്ലാം ഈ രണ്ടറ്റത്ത് ഓരോന്നേ ഉള്ളൂ. രണ്ടറ്റത്ത്
ഈ അവസാന ഭാഗം. അവസാനം ഈ അറ്റത്ത് ഈ എൻഡിലും ഈ എൻഡിലും. അതേസമയം ഒരു പെട്ടിയിലെ റാണി എങ്ങനെ നഷ്ടപ്പെട്ടാ അതിൻ്റെ അകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ 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 എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ ഈ കോളനിക്ക് ഈച്ചകൾ ധാരാളം ഉണ്ട്. അപ്പം അതിൻ്റെതായ ഒരു മാറ്റം നമ്മുടെ അടയ്ക്കകത്ത് കാണുന്നുണ്ട്. കാരണം കുറച്ചൊക്കെ വലുതായി. ഉണ്ടോ? ഇതിൻ്റെ ഏകദേശം പകുതിയോടടുത്ത് വളർന്നു കഴിഞ്ഞു. അടുത്ത പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോൾ ഫുള്ളും ഈ ആഴ്ച കൊണ്ട് ഈച്ചകൾ വിരിഞ്ഞിറങ്ങി വരുമല്ലോ. അപ്പോൾ അത്ര ഈച്ചകൾ മുകളിലോട്ട് കയറും. തേനും ഇതൊക്കെ മുകളിലോട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും വളർച്ച നമുക്ക് കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത് വളരുന്നത്. ഒരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളർച്ച നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ആഴ്ച എല്ലാ ആഴ്ചയും ക്ലാസ് വെക്കുന്നതിന് കാരണം അത് തന്നെയാണ്. രണ്ടാഴ്ച കൂടുമ്പോൾ വെച്ചാൽ മതി. പക്ഷേ അത് കാണുന്നു, എല്ലാ ആഴ്ചയിലും വളർച്ച നമുക്ക് കാണുന്നത് എങ്ങനെയാണ് വളർന്നു വരുന്നത്. കാരണം നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴാണ് കൂട് പൊക്കുന്നത്. ആ ഓരോ തവണ കൂട് പൊക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഇത് മുകളിൽ വരെ ചെന്നിട്ട് എന്തര വളർന്നെന്ന് നമുക്കറിയാൻ പറ്റിയല്ലോ. ശ്രദ്ധിക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളർന്നെങ്കിൽ നന്നായിട്ട് വളരും. മോശമായിട്ടുള്ള ഈച്ചകളുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച. അപ്പം നമുക്ക് എന്തിനും നമ്മുടെ കോളനിക്ക് നമ്മുടെ കൂട്ടിനകത്ത് ഈച്ചകൾ ധാരാളം വേണം ഈ സമയമാകുമ്പോഴത്തേക്കും. ഈ സൂപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫീഡിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ രീതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ രീതി വേണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ കൊടുത്തു കഴിയുമ്പോൾ സാധാരണ ആരും ഫീഡിങ് കൊടുക്കാറില്ല. മനസ്സിലായില്ലേ? സൂപ്പർ കൊടുത്ത് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പഞ്ചസാര ഇതിൻ്റെ ഉള്ളിൽ വരും. അതുകൊണ്ട് ആരും തന്നെ ഫീഡിങ് കൊടുക്കാറില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരിക, ഇപ്പോഴും ഫീഡിങ് കൊടുക്കുകയില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ സൂപ്പർ കൊടുത്ത് ഫീഡിങ് കൊടുത്തു. ഇത് നമ്മൾ ഫീഡിങ് കൊടുത്തിങ്ങനെ ചെറുതായിട്ട് ഫീഡിങ് കൊടുത്തങ്ങ് നിർത്തൂല. വളരെ കുറച്ച് ഫീഡിങ് കൊടുത്തിങ്ങനെ നിർത്തി വളർത്തി അങ്ങ് നോക്കിയാൽ സൂപ്പർ കൊടുക്കുകയില്ല. സൂപ്പർ കൊടുക്കാതെ ഇവിടെ നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് തേനെ കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ ഇവർ ഈ ബ്രൂഡിൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മൾ കാലിപ്പട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ ഇത് എങ്ങനെയാണ് കാലിപ്പട്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർ ഈ ബ്രൂഡിൻ്റെ മുകളിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക ഇത് നമ്മുടെ ഒരു സിമ്പിളാണ്. ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് കോളനിക്കാണ് ആദ്യം ഉണ്ടാകുന്നത്. തേൻ വരവ് തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പെട്ടിക്കും സൂപ്പർ ചെയ്യും. അതാണ് നമ്മുടെ പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു സിസ്റ്റം. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. നിങ്ങൾ പിന്നെ സൂപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര കൊടുക്കേണ്ട അങ്ങ് നിർത്തിക്കും, ഇത് ഒഴിവാക്കുന്നു. കാലക്രമേണ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് മനസ്സിലായല്ലോ. ഇപ്പോൾ സിറപ്പ് വരാതെ നിങ്ങൾക്ക് അവിടെ വരുമ്പം അടുത്ത ആഴ്ച ചിലപ്പോൾ മിക്കവാറും ഇത് ഈ പറഞ്ഞ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. തേൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ തുടങ്ങി എന്നാ തുടങ്ങിയത്? തേൻ എടുക്കുന്ന കണ്ടോ? അതോ എടുക്കുന്ന കണ്ടോ? അവിടെ ഈ കാപ്പി ഇതുകൂട്ടെല്ലാം കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം വരെ തന്നെ മൂത്ത് നല്ല ഇതായി. അങ്ങനെയാണ് തേൻ ഉണ്ടായിട്ടില്ല. ഒരാഴ്ച താമസിച്ചു ചെന്നാ കൂടെ കിട്ടിയത്. സാറില്ല, ഈ വർഷത്തെ പഠനത്തിന്റെ ഭാഗമായിട്ട് എടുത്തു.